തലസ്ഥാനത്ത് വെള്ളമില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ വാർത്താ ദിനത്തിൽ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. 44 വാർഡുകളിലെ 10,000-കണക്കിന് കുടുംബങ്ങളിലാണ് വെള്ളമില്ലാതെ 4ാം ദിവസം കഴിയുന്നത്. ഉമേഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്, റോഷിപാലുണ്ട്, അരുൺ സോളമനുണ്ട്. വിവിധയിടങ്ങളിലെ ജലക്ഷാമത്തിന്റെ വാർത്തകളും പ്രതികരണങ്ങളും തത്സമയം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. കൺട്രോൾ റൂം ഉപയോഗപ്പെടുത്തി വെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടുന്നവർക്ക് ടാങ്കറുകൾ ആ ഭാഗത്തേക്ക് എത്തിക്കാൻ ആവശ്യപ്പെടാവുന്നതാണ്. ഉമേഷ് തുടരുന്നു. ഉമേഷ്, ഇപ്പോൾ അടിയന്തരമായി ഇത് 2 ദിവസം മുമ്പ് തന്നെ സർക്കാർ ചെയ്യേണ്ടത് 4ാമത്തെ ദിവസം ചെയ്യുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഈ വീഴ്ചയുടെ കാര്യമല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെ നമുക്ക് വിലയിരുത്താം. കാരണം ഈ ഭാഗത്തേക്ക് മറ്റ് ജനപ്രതിനിധികൾ ആരും ഇത് ഇന്നലെ വരെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. കാരണം കാര്യങ്ങൾ കൃത്യമായി നടന്നു പോകുമെന്ന് കരുതിയത് കൊണ്ട് തന്നെ ഇന്നലെ വരെ ആരും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്നലെ കാര്യങ്ങൾ വഷളായി. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ഇതോടുകൂടി മാത്രമാണ് ഇന്നലെ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ അടിയന്തര യോഗം വിളിക്കാൻ തയ്യാറായത്. അതിനുശേഷം ഇന്നലെ രാത്രി ഏകദേശം 12 മണിയോടുകൂടിയാണ് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇവിടെ നേരിട്ടെത്തി അദ്ദേഹം ഇവിടെ ഇന്നലെ രാത്രി ഏകദേശം 2 മണി വരെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ജോലികളെല്ലാം ഏകദേശം പൂർത്തിയായി, ഈ വാൽവെല്ലാം ഘടിപ്പിച്ച് കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ശേഷമാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. താൽക്കാലികമായി പമ്പിംഗ് പുനരാരംഭിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടാണ് പോയത്. പക്ഷേ അപ്പോഴാണ് വീണ്ടും അപ്രതീക്ഷിതമായി ഒരു വാൽവിൽ ഒരു ചോർച്ചയുണ്ടായത്. എന്നാലും കുറച്ച് സമയം പമ്പിംഗ് നടത്തി. എന്നിട്ട് വീണ്ടും കൂടുതൽ പമ്പിംഗ് നടത്തിപ്പോയാൽ ആ ചോർച്ച ഒരുപക്ഷെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാണ് താൽക്കാലികമായി വീണ്ടും പമ്പിംഗ് നിർത്തിവെച്ചുകൊണ്ട് ഈ വാൽവിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിരുന്നു. ആ ഒരു സമയത്ത് അത്തരമൊരു പ്രവർത്തനം ഉണ്ടായില്ല. നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ കരുതിയിരുന്നില്ല ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന്. പക്ഷേ ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. 4 ദിവസം ഒരു സ്ഥലത്ത് വെള്ളമില്ലാതെ ഇരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഓരോരുത്തരും ബുദ്ധിമുട്ടിലാണ്. ആ ബുദ്ധിമുട്ട് അതെങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. എന്തായാലും നിലവിൽ അതിന് പരിഹരിക്കാൻ 17 വാട്ടർ ടാങ്കുകളാണ് കോർപ്പറേഷൻ ലോറികളിൽ ടാങ്കറുകളിൽ വെള്ളം അടിക്കുന്നുണ്ട്. അത് 17 ടാങ്കറുകളിലാണ്. ആ 17 ടാങ്കറുകളിൽ വെള്ളം അടിച്ചത് കൊണ്ട് മാത്രം ഈ 42 വാർഡിലെ വെള്ള ബുദ്ധിമുട്ട് തീരില്ല. അതാണ് ജനങ്ങൾ പറയുന്നത്. അവർ ഓരോരുത്തരും, അതായത് പലരും ഈ ചെറിയ പബ്ലിക് പൈപ്പുകളിൽ നിന്നെല്ലാം നേരിട്ടെത്തി രാവിലെ വെള്ളം എടുത്തുകൊണ്ട് പോവുകയാണ്. ഏതെല്ലാം സ്ഥലത്ത് വെള്ളമുണ്ട് എന്ന് പരസ്പരം ചോദിച്ച് വാട്സപ്പിൽ വരുന്ന സന്ദേശമെല്ലാം അറിഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഓട്ടോയും കാറും എല്ലാം എടുത്ത് ആ ഭാഗത്തേക്ക് വരികയാണ്. അങ്ങനെ എടുത്തെത്താൻ കഴിയാത്തവർ സ്വന്തം നിലയിൽ തലചുമടായി കൊണ്ടുപോകുന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും നിലവിലുള്ള പ്രതിസന്ധിയായി തുടരുന്നു. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി പ്രതിസന്ധി പരിഹരിക്കുമെന്നാണ് കരുതുന്നത്. അതായത് ഇന്ന് 2 മണി 3 മണിയോടുകൂടി ഏകദേശം ഈ വാൽവിൻ്റെ പണി തീർക്കും. തൊട്ടപ്പുറത്ത് ഒരു ടേണിംഗ് ഉണ്ട്, ഒരു വളവുണ്ട്. അവിടെ ഒരു 2 പൈപ്പുകൾ യോജിപ്പിക്കാനുണ്ട്. ആ 2 പൈപ്പുകൾ കൂടി യോജിപ്പിച്ച് കഴിയുമ്പോൾ ഈ ഭാഗത്തെ ഈ വൈഡനിങ് ഭാഗത്തെ ഉണ്ടാകുന്ന ആ ഒരു പ്രതിസന്ധി താൽക്കാലികമായി പരിഹരിക്കപ്പെടും. അതിനുശേഷം പമ്പിംഗ് പുനരാരംഭിക്കണം. പമ്പിംഗ് പുനരാരംഭിച്ചാൽ ഇവിടെ നിന്ന് ഐരാണിമുട്ടം ടാങ്കാണ്. സാധാരണ അരുവിക്കരയിൽ നിന്നാണ്, അരുവിക്കരയാണ് തിരുവനന്തപുരം നഗരത്തിലെ അരുവിക്കരയിൽ നിന്ന് ഐരാണിമുട്ടത്തേക്ക് പോകുന്ന വലിയ പൈപ്പുകളാണ് ഈ പൈപ്പുകൾ. ഈ പൈപ്പുകളിൽ നിന്ന് ഐരാണിമുട്ടത്തെ വലിയ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കും. അതിനുശേഷമാണ് ഐരാണിമുട്ടത്തെ ടാങ്കിൽ നിന്നാണ് അവിടെ നിന്നുള്ള 14 വാർഡുകളാണ്. ഈ 14 വാർഡുകളിലേക്ക് വെള്ളം തിരിച്ചുവിടും. തൊട്ട് സമീപത്ത് മറ്റൊരു വലിയ ടാങ്കുണ്ട്. അത് PTP നഗറാണ്. സമീപത്തല്ല, മറ്റൊരു കേന്ദ്രത്തിൽ. അത് വട്ടിയൂർക്കാവ്, കുലശേഖരം, മരുന്നുകുഴി അടങ്ങുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലമാണ്. ആ പ്രദേശത്ത് ഒരു വലിയ സമാനമായ ഒരു രീതിയിൽ മറ്റൊരു ടാങ്ക് കൂടിയുണ്ട്. ആ ടാങ്കിലേക്കും ഇവിടെ പണി പൂർത്തിയാകുന്നതോടുകൂടി പമ്പിംഗ് പുനരാരംഭിക്കുന്നതോടുകൂടി അവിടേക്കും വെള്ളം എത്തും. അങ്ങനെ വൈകിട്ട് ഒരു 5 മണി 6 മണിയോടുകൂടി പൂർണ്ണമായി വീടുകളിൽ വെള്ളം ലഭിക്കാവുന്ന രീതിയിലേക്ക് പ്രശ്നം പരിഹരിക്കുമെന്നുള്ള ഉറപ്പാണ് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ശിവൻകുട്ടി നടത്തിയിരിക്കുന്നത്. എന്തായാലും ജനപ്രതിനിധികൾ എന്ന നിലയിൽ അവർക്ക് വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഇന്നലെ പറഞ്ഞ വാക്കനുസരിച്ച് ഇന്ന് രാവിലെയോടുകൂടി എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്നുള്ളതാണ്. പക്ഷേ അതുണ്ടായില്ല. ഇനി അവരുടെ 2ാമത്തെ വാക്ക് ഇന്ന് വൈകിട്ട് ഒരു 5 മണിയോടുകൂടി അല്ലെങ്കിൽ 6 മണിയോടുകൂടി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഓരോരുത്തരുടെയും വീടുകളിൽ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്ന രീതിയിൽ വെള്ളം എത്തും എന്നുള്ള വാഗ്ദാനമാണ്. ആ വാഗ്ദാനവും പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ജനങ്ങൾ, കാരണം വെള്ളമാണ്, കുടിവെള്ളമാണ്, എത്ര എന്ന് കരുതി പുറത്തുനിന്ന് വാങ്ങിയും വീടുകളിൽ നിന്ന് മാറി താമസിച്ചുമെല്ലാം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും എന്നുള്ളതൊരു പ്രതിസന്ധിയാണ്. എന്തായാലും ഇനിയുള്ള ഈ വാക്ക് പൂർത്തീകരിക്കുന്നുവെങ്കിൽ അതിനെ പൂർത്തീകരിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ വലിയ പ്രതിഷേധത്തിലാണ്.